ഇത് നമ്മൾ ചിക്കൻ്റെ കരൾ എങ്ങനെ പൊരിക്കാം എന്നാണ് നോക്കുന്നത്. ചിക്കൻ്റെ കരൾ പൊരിക്കാനായിട്ട് ആദ്യം ചിക്കൻ്റെ കരൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. കഴുകുമ്പോൾ ചിക്കൻ്റെ കരളിൽ ചെറിയ ചെറിയ ബ്ലഡിൻ്റെ അംശമൊക്കെ കാണും. അതിനെയാണ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യേണ്ടത്. ഈ ഭാഗം എടുക്കുക, അതിനെ രണ്ടായിട്ട് കീറുക. കീറുമ്പോൾ അതിനകത്ത് ബ്ലഡ് ഉണ്ട്, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോയിൽ. അതിനകത്ത് ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡിനെ നമ്മൾ റിമൂവ് ചെയ്യുക. ബാക്കി ഭാഗങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ്റെ കരൾ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തു. ഇനി ഇതിലേക്ക് ചേരുവകൾ ചേർക്കുകയാണ് വേണ്ടത്. ഇത് ചേരുവയുടെ ചേർക്കുക. ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. നമ്മളെ എരിവിനനുസരിച്ച് ഉപ്പിടുക. ഉപ്പ് ശകലം കൂടി നിൽക്കുന്നത് കരളിന് ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. അപ്പോൾ മുളക് പൊടിയായി, ഉപ്പായി, മഞ്ഞൾപ്പൊടിയായി. ഇനി നമ്മൾ ഇടേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കുറച്ച് കൂടുതലിടുക. ചിക്കൻ്റെ കരൾ വേവിക്കുമ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് അധികമായി നിൽക്കുന്നത് നല്ലതാണ്. കറിവേപ്പില ഇട്ട് ഇളക്കി വയ്ക്കുക. ഇളക്കി വെച്ച് 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു ഇരുമ്പിച്ചട്ടി എടുക്കുക. ഇരുമ്പിച്ചട്ടി ചൂടായതിന് ശേഷം തിളച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം ഈ ചിക്കൻ്റെ കരൾ ഇങ്ങനെ വാരിയിടുക. ചിക്കൻ്റെ കരൾ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ചെറിയൊരു ശബ്ദത്തോടു കൂടി ഇങ്ങനെ പൊരിയാൻ തുടങ്ങുകയാണ്. പക്ഷേ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ചിക്കൻ്റെ ലിവർ. അതുകൊണ്ട് ചെറിയ തീയിൽ വേണം എപ്പോഴും ചിക്കൻ്റെ കരൾ നമ്മൾ വേവിക്കാനെന്ന് പറയുന്നത്. ഇതിൻ്റെ മണം ചെറുതായിട്ട് അടിച്ചപ്പോഴേ നിവേദം അത് ചോദിക്കുകയാണ്. അവന് പെട്ടെന്ന് ഇത് റെഡിയാക്കി കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ ചിക്കൻ്റെ കരൾ ഇങ്ങനെ പൊരിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് ഈ കാണിക്കുന്നതെന്ന് പറയുന്നത്. ഇത് വളരെ ടേസ്റ്റാണ്. അതായത് ഇതിൽ കുറച്ച് ഉപ്പ്, നമ്മൾ കരൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും വയ്ക്കുക. നാക്കിൽ ഇത് തൊട്ട് വയ്ക്കുന്ന സമയത്ത് ശകലം ഉപ്പിൻ്റെയും കുരുമുളക് പൊടിയുടെയും ടേസ്റ്റ് കുറച്ചധികമായിട്ട് നിന്നാൽ ഒത്തിരി ടേസ്റ്റാണ്. നല്ല മുരുമുരായിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പോയി കഴിക്കാൻ പോവുക.